കുറേ നാളായി ആവോലിയൊക്കെ കറി വെച്ചിട്ട്. അപ്പം ഇന്ന് രാവിലെ കുറച്ച് പച്ച ആവോലി കിട്ടി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ തന്നെ അവനെ അങ്ങ് കറി വെക്കാമെന്ന്. അപ്പോൾ കറി വെക്കാൻ രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ കറി വെച്ചാൽ അവർക്ക് സ്കൂളിൽ കൊടുത്തു വിടുകയും ചെയ്യാമല്ലോ. അങ്ങനെ ഞാൻ ദേ അതിനെ നന്നായിട്ടൊന്ന് വെട്ടി ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉരച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു സൈഡിലേക്ക് ഞാൻ അതിൻ്റെ പച്ചമുളകും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും തക്കാളി അരിഞ്ഞതും ഒക്കെ കൂടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കറി വെക്കാം. അപ്പോൾ ഇതേ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് എപ്പോഴും ഒന്നും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മീനല്ലല്ലോ, നല്ല വിലയുള്ള മീനാണ്. അപ്പം ഞാൻ വിചാരിച്ചു ചെറിയ ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ദേ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം നന്നായിട്ട് അതിനെ ഞാൻ കഴുകിയെടുക്കുന്നുണ്ട്. കുറേ വെള്ളത്തിലൊക്കെ നന്നായിട്ട് കഴുകി കേട്ടോ. അതിനുശേഷം നമുക്കൊരു ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ഇതിനെല്ലാം നമുക്ക് കറി ഉണ്ടാക്കാം. അങ്ങനെ ദേ അതെല്ലാം ഞാൻ എണ്ണയിലേക്ക് വാട്ടിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് അതിനെ വഴറ്റി അതിന് ശേഷം അതിൻ്റെ മസാലകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞ എല്ലാ മസാലകളും ഞാൻ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുടംപുളിയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അത് നല്ല വറ്റിച്ചെടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ രാവിലെ തന്നെ ഞാൻ പുട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ പുട്ടും നല്ല ചൂട് ആവോലിക്കറിയുമായിട്ട് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിച്ചു കേട്ടോ. അപ്പം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും ഷെയറും ചെയ്യണേ.